തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വൈകുന്നതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പ് വൈകാൻ കാരണം കമ്മീഷന്റെ നടപടികളല്ല, എന്നാൽ സർക്കാരുമായി സഹകരിച്ച് മുന്നോട്ടു പോകാനാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലെ തീരുമാനപ്രകാരം 1 മാസത്തേക്ക് തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കണമെന്ന ആവശ്യത്തെ കമ്മീഷൻ കോടതിയിൽ പിന്തുണച്ചു. തെരഞ്ഞെടുപ്പ് 1 മാസം നീട്ടിവെക്കാൻ അനുമതി തേടി സർക്കാർ സമർപ്പിച്ച ഉപഹർജിക്കുള്ള മറുപടിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പ് വൈകാൻ കമ്മീഷൻ കാരണമായിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏതെങ്കിലും നടപടികളോ വീഴ്ചയോ മൂലമല്ല പ്രതിസന്ധി ഉണ്ടായതും തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കേണ്ടി വരുന്നതും. പുതിയ ഭരണസമിതിയെ ചുമതലയേൽപ്പിക്കുക എന്ന ഭരണഘടനാ ബാധ്യത നിറവേറ്റാൻ കമ്മീഷൻ സജ്ജമാണെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ 28 മുനിസിപ്പാലിറ്റികളുടെയും കണ്ണൂർ കോർപ്പറേഷന്റെയും രൂപീകരണം ഹൈക്കോടതി ശരിവെച്ചിട്ടുണ്ട്. കൊല്ലം കോർപ്പറേഷൻ വിഭജനവും കോടതി അംഗീകരിച്ചു. എന്നാൽ 4 മുനിസിപ്പാലിറ്റികളുടെ രൂപീകരണവും പഞ്ചായത്ത് വിഭജനവും ഹൈക്കോടതി അസാധുവാക്കി. ഈ പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തുക പ്രായോഗികമല്ല. പ്രതിസന്ധി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത യോഗത്തിലെ തീരുമാനം കമ്മീഷനും അംഗീകരിക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവനുസരിച്ച് ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ വിഭജനം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിന് സാവകാശം വേണം. ഈ സാഹചര്യത്തിലാണ് സർക്കാർ തെരഞ്ഞെടുപ്പ് നടത്താൻ കൂടുതൽ സമയം തേടിയത്. സർക്കാരിന്റെ ആവശ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്തുണയ്ക്കുകയാണെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സമർപ്പിച്ച സത്യവാങ്മൂലം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നാളെ വിശദമായി പരിഗണിക്കും. റിപ്പോർട്ടർ, കൊച്ചി.